ഹലോ നമസ്കാരം. ഇന്നൊരു വീട് ഇൻസ്പെക്ട് ചെയ്യാൻ ഞാനൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ കൂടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീട് ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ബയറും കണ്ടു. അപ്പോൾ ബയർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കോൺട്രാക്റ്റിലേക്ക് പോയി ഇന്ന് ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ കൂടെ വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കെട്ടിടത്തിന് ഒരു വീടാക്കുന്ന കുറേ എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ എലമെൻറ്റുകൾ ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് നല്ലതായിട്ട് തോന്നി. അപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വീട് അവരെങ്ങനെ ഒരുക്കിയിരിക്കുന്നു, വീട്ടിൽ ഉള്ള ചെടികൾ, പൂക്കൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം ബിൽഡിംഗ് ഇൻസ്പെക്ടറെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് കാണുന്നത്. നല്ല സ്ട്രീറ്റ് അപ്പീലുണ്ട്. ഇൻസ്പെക്ടറുടെയും ഏജൻറ്റിൻ്റെയും വണ്ടികൾ കാണാം. ഏജൻറ്റുമാർ സാധാരണ ഔഡി, മെർസിഡസ് അങ്ങനത്തെ വണ്ടികളാണ് വരുന്നത്. അവരുടെ ഒരു എലഗൻസ് കാണിക്കാനും അവർക്ക് അത്യാവശ്യം ബിസിനസ് ഉണ്ടെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയാണ്. നമ്മളൊരു സിനിമയിൽ പറയുന്ന പോലെ നാടിൻ്റെ ഒരു ഹരിതാഭ അല്ലെങ്കിൽ പച്ചപ്പ് ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഈ ചെടികളുടെ ഇടയിലൂടെ ഞാൻ നടന്നു നോക്കി ആദ്യം. അപ്പോൾ അവിടെ ഒരു സൈഡ് ഗേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഗേറ്റ് ഉണ്ട്, അതിനകത്തൂടെ ബിന്നുകൾ ജസ്റ്റ് നമുക്ക് കാണാം. പിന്നെ വെള്ളം നനയ്ക്കാനുള്ള പൈപ്പും കാണാം. ഗ്യാരേജിൻ്റെ സൈഡിൽ കൂടെ പോയി നോക്കാം. ഇവിടെ ഇൻസ്പെക്ടറുടെ ഒരു ലാഡർ കാണുന്നുണ്ട്. നമുക്ക് ഈ ചെടികളുടെ ഇടയിൽ കൂടെ നല്ല നടന്നു നോക്കാം. അതിൽ ചെടിയൊക്കെ അവർ ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫീലല്ലേ ഇതിൽ നടക്കുമ്പോൾ. ഇവിടെയാണ് മെയിൻ സൈഡ് ഗേറ്റ് ഉള്ളത്. അത് തുറക്കുമ്പോൾ അങ്ങോട്ടും ഇവിടെ പച്ചപ്പാണ്. ഈ വീട് എങ്ങനെ ചെടികൾ കൊണ്ട് മനോഹരമായിരിക്കുന്നു അല്ലെങ്കിൽ മനോഹരമാക്കിയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് പോകുന്നത് കേട്ടോ. കാരണം എനിക്ക് ആദ്യം അകത്തേക്ക് പോകാൻ തോന്നിയില്ല, ഇത്രയും ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്. എല്ലായിടത്തും ചെടികളും കുഞ്ഞു വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ബാക്ക് യാർഡ് കാണാം. ഇത് 2 നില വീടാണ്. 455 മീറ്റർ സ്ക്വയർ ലാൻഡ് ഉണ്ട്. അപ്പോൾ 2 നില ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് പുറത്തുണ്ട്. ഈ മരങ്ങളിൽ വരെ അവർ ചെറിയ പൂച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ടുള്ള ചെറിയൊരു നടപ്പാത, വീടും പാറ്റിയോ. ഈ പാറ്റിയോ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കുറച്ച് പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ കുറേ മരങ്ങളുടെ ഇടയിലൊക്കെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് സൈഡ് ഗേറ്റിൽ കൂടെ തിരിച്ചു പോകാം. വീടിൻ്റെ എൻട്രൻസ് എത്തി. ഇവിടെ ചെടികളുണ്ട്. ക്രിംസേഫിറ്റിൻ്റെ തന്നെ സെക്യൂരിറ്റി ഡോറാണ്. അകത്തേക്ക് കയറാം. ഈ വീടൊരു 10-15 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷേ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓഫീസ് റൂമെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു മസാജ് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് വീടുകളിൽ മസാജ് ചെയർ. പിന്നെ ഇത് ഗ്യാരേജിൻ്റെ എൻട്രൻസ് ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ കാറ് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഒരുപാട് കബോർഡ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് കാണുന്ന പോലെ ഒരുപാട് സ്റ്റോറേജിനുള്ള സ്പേസ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇത് താഴെയുള്ള ഒരു ടോയ്ലറ്റാണ്. കബോർഡ് സ്പേസ് വീണ്ടും ഉണ്ട്. 2 നില വീടുകൾക്ക് സാധാരണ 3 ടോയ്ലറ്റ് വരും. താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും. പിന്നെ ബെഡ്റൂമുകളൊക്കെ മുകളിലാണ്, അവിടെ ഉണ്ടാവും 2 ടോയ്ലറ്റ് വേറെ. ഇത് നമ്മുടെ ലോഞ്ച് ഏരിയ, ഫോർമൽ ലോഞ്ച് എന്ന് പറയാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്റ്റെയർ മുകളിലേക്ക് കാണാം. ഈ സ്റ്റെയറിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് തുറക്കുമ്പോൾ കാണാം. എല്ലാ സ്റ്റെയറുകളുള്ള വീടുകൾക്ക് അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ലോണ്ട്രി സ്പേസാണ്. അതിനും കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങോട്ടൊരു എൻട്രൻസ് ഉണ്ട്, ക്ലോത്ത് ലൈനറും കാര്യങ്ങളൊക്കെ. ഇവിടെയും ക്രിംസേഫിൻ്റെ സെക്യൂരിറ്റി ഡോറാണ് വെച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അപ്പം ഇങ്ങനെ മെല്ലെ നമുക്ക് അടുക്കള സൈഡിലേക്ക് പോവാം. ഇത് ഡൈനിങ് ഏരിയ. ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു സ്റ്റാച്യൂകളുണ്ട് അവിടെ. ഇങ്ങനെ വന്നു. വലിയ ഫ്രിഡ്ജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ ഫ്രിഡ്ജ് വയ്ക്കാം. കിച്ചൺ ഗ്യാസ് കുക്കിംഗ് ആണ്. ഓവർമൗണ്ട് സിങ്കാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെയർ കയറി ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം. ഈ ഒരു വീടിന് ഒരു വുഡ് സ്റ്റെയർസാണുള്ളത്. അതൊരു വുഡിൻ്റെ ആ കളറും ഒരു ഗോൾഡ് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറും വൈറ്റ് കളറും നല്ല മാച്ചിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് മുകളിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഇവിടെ എനിക്ക് തന്നെ ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. കുറേ ഫോട്ടോസും ഒക്കെ കാണാം. ഇത് മെയിൻ ബാത്റൂമാണ്. പക്ഷെ ഇവിടെ സിംഗിൾ വാനിറ്റി ഉള്ളൂ. സാധാരണ സിംഗിൾ വാനിറ്റി വയ്ക്കാറുള്ളൂ നമ്മൾ. ഇത് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് കോമൺ ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് ഡബിൾ വാനിറ്റി വയ്ക്കാറുള്ളത് സാധാരണ. ഇത് മറ്റൊരു ബെഡ്റൂം. ഇത് മിറർ കബേർഡ്സ് ആണല്ല, കബേർഡ്സ് അല്ല, ബിൽറ്റ് ഇൻ റൂം എന്ന് പറയുമല്ലോ, മിറേർഡാണെല്ലാം. അതൊരു അപ്ഗ്രേഡാണ്. ഇപ്പോൾ എല്ലാ റൂമുകളിലും സ്പ്ലിറ്റ് AC ആണുള്ളത്. ഇപ്പോൾ മോഡേൺ വീടുകളിലൊക്കെ ഡക്റ്റഡ് AC ആണ്. ഇത് മറ്റൊരു ബെഡ്റൂം. എല്ലാം കൃത്യമായിട്ട് ഒരു സ്റ്റേജ് ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. സ്റ്റേജ് ചെയ്തതല്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ റോബുകളും മിറേർഡ് റോബാണ്. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എത്തി. ഞാനിവിടെ കുറച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ തട്ടുമുട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ആരോ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വോക്ക് ഇൻ റൂമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അയാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. This is our building and pest inspector, Laurie. Hi, Laurie. Hello. How are you going with the inspection here? Yeah, good. Going really well. Yeah. Yeah. Thank you for your time. Not a problem. My pleasure. Thank you. അയാളുടെ കയ്യിലെ ഉപകരണങ്ങളൊക്കെ ഉണ്ടോ ഇത് പുള്ളി ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമും ടോയ്ലറ്റും ഡബിൾ വാനിറ്റിയാണ്. അതുപോലെ ടോയ്ലറ്റിൻ്റെ പുറകിലുണ്ട്. ഷവർ ഹെഡൊക്കെ അവർ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു ചെറിയ ബാൽക്കണി, വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട്. ഈ ഏരിയ എനിക്ക് നേരത്തെ കാണിക്കാൻ പറ്റിയില്ല. ഈ ഇൻഫോർമൽ ലോഞ്ചാണ് ഇവിടെ കാണുന്നത്. ഈ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ, ആർക്കും താമസിക്കാൻ തോന്നുന്നൊരു വീട്.